നമസ്കാരം. ഞാൻ സുരേന്ദ്രൻ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ ആറ്റിങ്ങൽ ഫെഡറൽ കോളേജിലെ 9ാം ക്ലാസ്സിലെ കേരള പാഠാവലി 3ാമത്തെ പാഠമാണ് ഞാൻ എടുക്കുന്നത്. ഓർഡർ അനുസരിച്ച് 1ാമത്തെ പാഠം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. 2ാമത്തത് കഴിഞ്ഞ വർഷം രണ്ട് പാഠങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായൊരു പാഠമാണ്. അത് കുറച്ചുകൂടി ദീർഘമായിട്ടുള്ള ഒരു പാഠമായതുകൊണ്ട് ഞാൻ തൊട്ടടുത്തൊരു പാഠം എടുക്കുകയാണ്. സാറാ തോമസിൻ്റെ കുപ്പിവള. അതിമനോഹരമൊരു കഥയാണ്. നമ്മൾ കവിത മാത്രമല്ല, കഥയും പരിചയപ്പെടാൻ പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉപന്യാസങ്ങൾ പരിചയപ്പെടും. ട്രസ്റ്റുള്ളവർ വളരെ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. സാറാ തോമസ്, സാറാ ജോസഫ് തുടങ്ങിയ എഴുത്തുകാരികൾ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതിൽ രണ്ടുപേരും ശ്രദ്ധേയരായ എഴുത്തുകാരാണ്. മലയാളത്തിൽ സ്ത്രീ എഴുത്തുകാരെന്ന് പറഞ്ഞ് അവരുടെ വില ഒട്ടും കുറയ്ക്കുകയല്ല. നമുക്ക് സ്ത്രീ എഴുത്തുകാരുടെ എണ്ണം കുറവാണെന്നേ ഉള്ളൂ. പക്ഷെ അവർ നമുക്കറിയാം, ലളിതാംബിക അന്തർജനം, ബാലാമണി അമ്മ, പിന്നെ സുഗതകുമാരി, മാധവിക്കുട്ടി, സാറാ ജോസഫ്, സാറാ തോമസ്, പിന്നെ ഗ്രേസി, വിജയലക്ഷ്മി, ഇങ്ങനെ അനവധി പേരുണ്ട്. മറ്റുള്ള പുരുഷ എഴുത്തുകാരെ പോലെ, ആണെഴുത്തുകാരെ പോലെ അത്രയും ഇല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട എഴുത്തുകാരാണ് ഈ സാറാ തോമസും സാറാ ജോസഫും. അതിൽ സാറാ തോമസിന്റെ മനോഹരമായൊരു കഥയാണ്. അവരെക്കുറിച്ച് ഞാൻ ചെറിയൊരു വിവരണം തന്നതിന് ശേഷം ഈ പാഠത്തിലേക്ക് കിടക്കാം. നിങ്ങളൊരു കഥയാണ് ഇപ്രാവശ്യം നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ട്രസ്റ്റുകൾ വളരെ ശ്രദ്ധിച്ചോണം. അവർ ലഘു ജീവചരിത്രം കൊടുത്തിരിക്കുന്ന പേജ് എടുത്ത് നോക്കുക. 3ാമത്തെ പാഠം, 2ാമത്തെ പാഠം നമ്മൾ വിട്ടിരിക്കുകയാണ്. നിശ്ചയമായിട്ട് തുടങ്ങി എടുക്കുന്നുണ്ട്. 3ാമത്തെ പാഠം. സാറാ തോമസ് 1934 തിരുവനന്തപുരത്ത് ജനനം. ജീവിതം എന്ന നദി ഇവരുടെ ആദ്യത്തെ നോവലാണ്. നാർമുടിപ്പുടവ എന്ന നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. നീലക്കുറിഞ്ഞികൾ ചുവക്കും നേരം, ഗ്രഹണം, അഗ്നിശുദ്ധി, അസ്തമയം, പവിഴമുത്ത്, മുറിപ്പാടുകൾ, അർച്ചന, സാറാ തോമസിന്റെ കൃതികൾ. ഇതെല്ലാം കഥാസമാഹാരങ്ങളാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട കൃതികളുമാണ്. ഞാൻ ഈ കഥ നമ്മുടെ അവതരിപ്പിക്കുന്നതുകൊണ്ട് കഥയെക്കുറിച്ച് ഇവിടെ ഞാൻ ആമുഖമായിട്ട് ഒന്നും പറയുന്നില്ല. പക്ഷെ അംഗവൈകല്യമുള്ള മനുഷ്യരുടെ ചില അവസ്ഥകളുണ്ട്. അതെല്ലാം അതിജീവിക്കുന്നത് കണ്ടിട്ടുണ്ട് നമ്മൾ. അവരുടെ ഈ ഒരുപാട് അഭാവം, അംഗവൈകല്യമുള്ള ഒരുപാട് പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഹെലൻ ഹെല്ല, വളരെ ധീരയായ ആ വനിതാ രത്നം, അന്ധയും ബധിരയും മൂകയുമായി. പക്ഷേ അവർ അവശേഷിപ്പിച്ചു പോയിട്ടുള്ള മുദ്രകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയത്തില്ല. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ അടുത്ത കാലത്ത് അന്തരിച്ചു പോയ സ്റ്റീവൻ ഡബ്ല്യു ഹോക്കിംഗ് ജീവിക്കുന്ന പ്രതിഭാസമായിരുന്നു. ഒരുപാട് അംഗവൈകല്യങ്ങൾ, ഒരുപാട് തകരാറുകൾ ആ പ്രതിഭാശാലിക്കുണ്ടായിരുന്നെങ്കിലും അസാധാരണമായ പ്രവൃത്തികൾക്ക്, അസാധാരണമായ പ്രയത്നങ്ങൾക്കും പ്രവൃത്തികൾക്കും ഉദാഹരണമായി നമ്മുടെ മനസ്സിൽ ജീവിക്കുന്നു അദ്ദേഹം. അത്തരത്തിൽ ആരും തന്നെ ഭയക്കേണ്ടതില്ല, അധൈര്യപ്പെടേണ്ടതില്ല എന്ന് ഈ കഥ നമുക്ക് സൂചന നൽകുകയാണ്. നമുക്ക് ഈ കഥ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കഥ കേട്ടതിന് ശേഷം എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ കഥ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, പുസ്തകങ്ങൾ എടുത്ത് ശ്രദ്ധിച്ചോണം. നാഗപാത്തിയിൽ കൂടി വെള്ളം കൂലം കുത്തി വീഴുന്നു. നാഗപാത്തി എന്ന് പറഞ്ഞാൽ ലോകപാത്തിയാണ്. മഴ പെയ്യുകയാണ്. ഇരമ്പൽ, ആ കൂലം കുത്തി വീഴുന്ന ഇരമ്പൽ ചെവിയോർത്ത് നിൽക്കുകയായിരുന്നു കണ്ണമ്മ. കണ്ണമ്മയാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രം. അന്ധയായ പെൺകുട്ടിയാണ്. വരാന്തയുടെ അഴികളിൽ പിടിച്ച് കൈ പുറത്തേക്ക് നീട്ടിയതേയുള്ളൂ. ആകെ നനഞ്ഞു പോയിരിക്കുന്നു. തകർത്തുള്ള മഴയാവും, സംശയമില്ല. രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക? ഈ മഴയിൽ ഊണുമുറി വരെ നനഞ്ഞു കുളിക്കാതെ എത്താൻ കഴിയുകയില്ലല്ലോ. നേരം വെളുത്തപ്പോഴേ വയറ് പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു.
അനാഥര് ആയിട്ടുള്ള അഗതികളായിട്ടുള്ള കുറേ ഏറെ കുട്ടികൾ താമസിക്കുന്ന ഒരു മന്ദിരത്തിലേക്കാണ് നമ്മൾ ഈ കഥാകൃത്ത് കഥ കൊണ്ടുപോകുന്നത്. ഭൂമുഖത്ത് കാർ ഇരച്ച് വന്ന് നിൽക്കുന്നതും ഡോർ ശക്തിയായി അടയുന്നതുമായ ശബ്ദം കേട്ടപ്പോഴാണ് ശ്രദ്ധ മാറിയത്. അവളിങ്ങനെ പുറത്തിങ്ങനെ മഴയും മഴ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനാഥാലയത്തിൽ ആരോ വിശിഷ്ട അതിഥി വന്നിട്ടുണ്ടാവും. വിശിഷ്ടയായ അതിഥി വല്ലപ്പോഴുമൊക്കെയുള്ള പതിവാണ്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെ കയ്യും പിടിച്ച് കൊണ്ടുപോകും. ഇത് കണ്ണമ്മയുടെ മനസ്സിലൂടെയുള്ള അവൾ ആലോചിച്ച് പറയുന്ന കഥയാണ്. ഈ ചില കഥകൾ നേരിട്ട് പറയും ചിലർ. ഇത് അവളുടെ മനസ്സിലൂടെ പറയുകയാണ് കഥാകൃത്ത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെ കൈയും പിടിച്ച് കൊണ്ടുപോകും. അനാഥാലയത്തിൻ്റെ വലിയ അങ്കണത്തിൽ മുറ്റത്ത് തങ്ങൾ ഒത്തുകൂടുമ്പോൾ വന്ന അതിഥി തങ്ങളോടായി സംസാരിക്കും. നല്ല കാര്യങ്ങളാണ്, നല്ല ഉപദേശങ്ങളാണ് അവർ പറയുക എന്ന് പലപ്പോഴും അവളോട് താല്പര്യം കാട്ടുന്ന ദേവ ചേച്ചി പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ട്. വരുന്ന ആൾ നല്ല ഉപദേശങ്ങളൊക്കെയാണ് നൽകുന്നത്. എന്താണാവോ ഈ നല്ല കാര്യങ്ങൾ? തൻ്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല. അവളുടെ ഒരു അപകർഷതാ ബോധമോ വ്യസനമോ ഒക്കെ ആ വാക്കുകളിൽ നെല്ലിച്ച് കാണാം. അവർ സംസാരിക്കുമ്പോൾ കുറേ നേരം പോയി കിട്ടുമെന്നല്ലാതെ ഉദ്ദേശിച്ചതുപോലെ ആരോ ഒന്ന് കൈയും പിടിച്ചു കഴിഞ്ഞു. സേതുവാണെന്ന് തോന്നുന്നു. വാ, വേഗം വാ കണ്ണമ്മേ, അവിടെ ആരോ വന്നിട്ടുണ്ട്. എല്ലാ ദിവസങ്ങളിലും തന്നെ മുൻപന്തിയിൽ നിർത്തണമെന്ന് എന്തുകൊണ്ടോ സിസ്റ്റർ അമ്മയുടെ പ്രത്യേക നിർബന്ധമാണ്. ആ അനാഥാലയത്തെ നയിക്കുന്ന പ്രധാനപ്പെട്ട കഥാപാത്രമാണ് സിസ്റ്റർ അമ്മ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരാളുണ്ട്, കണ്ണിന് കാഴ്ചയില്ലാത്ത കണ്ണമ്മ എന്ന രീതിയിൽ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് അങ്ങനെ കൊണ്ട് നിർത്തുന്നത്. തന്നെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്താനും മറക്കാറില്ല. ചിലപ്പോൾ ചിലരുടെ മനസ്സിന്റെ അലിവ് ഒരു നെടുവീർപ്പായി കാതുകളിൽ വന്ന് പതിച്ചെന്നിരിക്കും. അതിൽ കവിഞ്ഞ് എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ. തൻ്റെ ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ്. ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ടെന്ന് അങ്ങനെയുള്ളവർ ആശങ്കിക്കുന്നു. അവർക്ക് ആശങ്ക വളർത്തുന്ന തരത്തിലുള്ള ചില പ്രവൃത്തികളാണ് ഇതെല്ലാം ഒരുപക്ഷെ അവർ ഇങ്ങനെയൊക്കെ സംശയിക്കാൻ കാരണമാക്കുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം മേരിയും ലിസയും സേതുവും ഒക്കെ പറഞ്ഞ് രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല. അവരെല്ലാം കാഴ്ചയുള്ളവരാണ്. കാഴ്ചയുള്ളവർ പറഞ്ഞ് രസിക്കുന്നതൊന്നും തനിക്ക് രസിക്കാൻ കഴിയുന്നില്ലെന്നർത്ഥം. അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണം തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ഇങ്ങനെ ശ്രമിക്കുന്നത്, തിടുക്കപ്പെടുന്നു. എന്തെങ്കിലും തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം, ദേവു ചേച്ചി. തന്റെ കൈവെള്ളം അടിയിൽ പിടിച്ച് വച്ച് ഓരോന്നിന്റെയും പേര് പറഞ്ഞിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വരയ്ക്കും. നീളത്തിൽ, വട്ടത്തിൽ, വളഞ്ഞ് ചിലപ്പോൾ കൈകൊണ്ട് തൊടിയിപ്പിക്കും. പ്രസംഗം തീർന്നു എന്ന് തോന്നില്ല. എല്ലാവരും കൈയടിക്കുകയാണ്. ചുറ്റും ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കിപ്പിടിച്ച ഒച്ചകൾ. സാധാരണ തങ്ങൾ നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ്. ഇന്ന് അതിന് വിപരീതമായി എന്തുകൊണ്ടാണ് ഈ പുതുമ? അങ്ങനെ ആരും പെട്ടെന്ന് പോകുന്നുമില്ല. എല്ലാവരും നിൽക്കുകയും ചെയ്യുന്നു. പ്രസംഗത്തെ തുടർന്ന് അല്ലെങ്കിൽ പ്രസംഗം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുന്നു. ചെവിയോർത്ത് നിന്ന് പെട്ടെന്ന് സിസ്റ്ററമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു, വന്ന അതിഥി തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ തരാൻ പോവുകയാണെന്ന്. ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലൊരു വ്യക്തി ഓണത്തിന് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചതാണ്. അന്ന് തന്റെ കൂട്ടുകാരുടെ ഇടയിലെ സന്തോഷത്തിന്റെ തിമർപ്പ് എന്തായിരുന്നു? രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയും അതേക്കുറിച്ചുള്ള സംസാരം നിർത്തിയിരുന്നില്ല. കണ്ണമ്മ ഓർക്കുകയാണ്. കണ്ണമ്മ, ദാ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. കൈ രണ്ടും നീട്ടിക്കോ. ഇതാ തന്റെ കയ്യിലും ഒരു കോടി ഉടുപ്പായി. അടിച്ച് നനച്ച് കുളിക്കുമ്പോൾ മാറി ഉടുക്കാൻ ഒരു വസ്ത്രമെന്നല്ലാതെ കണ്ണിന് കാഴ്ചയില്ല. അതാണ് ഇങ്ങനെ മുഖം വലിച്ചു കെട്ടി. സിസ്റ്ററമ്മയാണല്ലോ പറഞ്ഞത്. അപ്പോൾ സാധാരണ രീതിയിൽ സിസ്റ്ററമ്മ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, അതിഥികൾ ആരെങ്കിലും വന്ന് പുതുവസ്ത്രങ്ങളോ എന്തെങ്കിലും കൊടുക്കുമ്പോൾ മുഖം പ്രസന്നതയോട് കൂടി നിൽക്കണമെന്ന്. പക്ഷേ ഇവളുടെ അവസ്ഥ കണ്ടിട്ടായിരിക്കാം ഒരുപക്ഷെ സിസ്റ്ററമ്മ അങ്ങനെ പറഞ്ഞത്.
സിസ്റ്റർ അമ്മയാണല്ലോ ഇത് പറഞ്ഞത്. ഉള്ളിലൊരു നടുക്കം. ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിച്ചാൽ പുഞ്ചിരിയോടെ വേണം സ്വീകരിക്കാൻ എന്ന് കഴിഞ്ഞ തവണ തന്നെ താക്കീത് തന്നതായിരുന്നുവെന്ന് പെട്ടെന്ന് ഓർത്തു. ഇനി വന്നയാൾ പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ശകാരിക്കുമോ ആവോ? ആരോ പിറകോട്ട് പിടിച്ച് നീക്കുകയാണ്. വാഗണ്ണമ്മേ, ലിസിയാണ്. കോടി കിട്ടിയല്ലോ, ഇനി വഴിമാറി കൊടുക്ക്, നിന്നെ അങ്ങോട്ടാക്കിയിരിക്കാം. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് അവർ പുറത്തേക്ക് നടത്തി. ആ വന്ന അമ്മച്ചിയെ നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ. എന്ത് നല്ല അമ്മച്ചി, നമുക്കൊക്കെ കോടി തന്നില്ലേ? കോടി പുതുവസ്ത്രം എന്നാണ് കോടി. കൂടെ അവരുടെ മോളും ഉണ്ട്. എന്ത് നല്ല സുന്ദരിയാണെന്നോ. നമ്മുടെയൊക്കെ അത്ര വരും. തിളങ്ങുന്ന പച്ച തട്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത്. ഒന്നും മിണ്ടിയില്ല. സൗന്ദര്യവും തിളക്കവും പച്ച നിറവും ഒന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലല്ലോ. പെട്ടെന്ന് അവൾ പറഞ്ഞു, ആ മോളുടെ കൈ രണ്ടും നിറയെ കുപ്പിവളകൾ. എന്താണ് അവൾ പറഞ്ഞത്? കുപ്പിവളകൾ എന്നല്ലേ? പെട്ടെന്ന് മനസ്സിലൊരു തെളിച്ചം. പള്ളിയിൽ കുർബാന സമയത്തുള്ള മണികിലുക്കം പോലെ കിലുങ്ങുന്ന. അതെ, കുറെ നാളുകൾക്ക് മുമ്പ് താനും ദേവചേച്ചിയും സിസ്റ്റർ അമ്മയുടെ മുറിയിൽ നിൽക്കുമ്പോഴാണ് ആരോ കടന്നു വന്നപ്പോൾ മണികിലുക്കം പോലെ, മണിയുടെ കിലുക്കം, മണികിലുക്കം പോലെ മനസ്സിൽ കൗതുകമുണർത്തിയ പുതിയൊരു നാദം. അന്നാണ് ദേവചേച്ചി കുപ്പിവളകളെ കുറിച്ച് പറഞ്ഞു തന്നത്. തന്റെ കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വട്ടത്തിൽ വരച്ച് കാണിച്ചു. ഇതുപോലെ ഒന്നല്ല, ഒരു അടുക്ക് കയ്യിലിടുമ്പോഴാണ് ഈ കിലുക്കം. ദേവചേച്ചി പറഞ്ഞു, ഇതാ നിന്റെ പതിവ് സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചിരിക്കുന്നു കണ്ണമ്മ. ഇനി കോടി അഴുക്കാക്കാതെ വേഗം പെട്ടിയിൽ കൊണ്ടുവയ്ക്കും. വരാന്തയുടെ കൈവരിയിൽ തന്റെ കൈ പിടിപ്പിച്ചിട്ട് അവൾ ഓടിപ്പോയി കഴിഞ്ഞു. തപ്പിത്തടഞ്ഞ മുറിയിൽ തന്റെ തകരപ്പെട്ടി കണ്ടുപിടിച്ച് പറയട്ടോ. തപ്പിത്തടഞ്ഞ മുറിയിൽ തന്റെ തകരപ്പെട്ടി കണ്ടുപിടിച്ച് ഉടുപ്പ് വെച്ചിട്ട് പതിവ് സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ചപ്പോൾ നാഗപ്പാത്തിയിൽ കൂടി വീണുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ ശബ്ദം നേർത്തിരുന്നു. കൈ വെളിയിലേക്ക് നീട്ടി. ഇടയ്ക്കിടെ ഓരോ വെള്ളത്തുള്ളി മാത്രം. പെട്ടെന്ന് നീട്ടിപ്പിടിച്ച തന്റെ കൈയിൽ ആരുടെയോ കൈത്തരം. അത് ലിസിയുടെയും മേരിയുടെയും സേതുവിന്റെയും അല്ല, തീർച്ച. പൂവിതളുകളുടേതുപോലുള്ള മൃദുസ്പർശം, മൃദുവായ സ്പർശം. ആരാണോ? ഓർക്കാപ്പുറത്ത്. മനസ്സിന്റെ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം, മനസ്സിന്റെ ജിജ്ഞാസയുടെ വീർപ്പുമുട്ടൻ. പെട്ടെന്ന് സിസ്റ്റർ അമ്മയുടെ പരുക്കൻ ശബ്ദം. കണ്ണമ്മ, ഇതാ റോസിവൾ നിനക്കൊരു പ്രത്യേക സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു, വേഗം കൈനീട്ടിക്കൊടുക്ക്. ഒന്നും മനസ്സിലായില്ല. എങ്കിലും വേഗം കൈനീട്ടി പിടിച്ചു. സിസ്റ്റർ അമ്മയാണ് പറഞ്ഞത്. പെട്ടെന്ന് കലവില കൂട്ടുന്ന കുപ്പിവളകളുടെ കിലുങ്ങുന്ന സ്വരം. ലിസ പറഞ്ഞ ആ നല്ല അമ്മയുടെ മകളായിരിക്കും. രണ്ടു കൈയും നിറയെ കുപ്പിവളകൾ അണിഞ്ഞിരുന്നു എന്നല്ലേ ലിസ പറഞ്ഞത്? പെട്ടെന്ന് ആരോ തന്റെ കൈപ്പത്തി ഒതുക്കി പിടിക്കുകയാണ്. എന്ത് സംഭവിക്കുന്നെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കലവില കൂട്ടുന്ന കുപ്പിവളകൾ തന്റെ കൈത്തണ്ടിലേക്ക്. വിശ്വസിക്കാനാവാതെ പതുക്കെ തടവി നോക്കാൻ കൈപ്പടം അനക്കിയപ്പോൾ മണികിലുക്കം പോലെ കൗതുകമുണർത്തുന്ന നാദം. പെട്ടെന്ന് മനസ്സിൽ ആഹ്ലാദത്തിന്റെ രോമാഞ്ചം, ഉൾപ്പുളകം. ഉള്ളിൽ ഒതുങ്ങാതെ അത് ശരീരത്തിലാകെ പടർന്നു കയറുകയാണ്. നോക്കമ്മേ, ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ച. ആരാണാ പറഞ്ഞത്? എന്തോ അറിഞ്ഞുകൂടാ. കൈകൾ കുലുക്കി കുപ്പിവളകളുടെ മന്ത്രനാദം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നുപോയിരിക്കും. കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്കറിയാം, അന്ധയായ ഒരു പെൺകുട്ടി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പരിധികളുണ്ടെന്നാണ്. പക്ഷെ അവൾ കേൾക്കുന്നുണ്ട്, ചെവി കേൾക്കാം. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്കാവുന്ന ഇന്ദ്രിയങ്ങൾ നമ്മുടെ കഴിവിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിഭയനുസരിച്ച് നമ്മൾ അതിനെ ഉൾക്കൊള്ളും. ചിലർക്ക് അതിന് ഉൾക്കൊള്ളാനുള്ള കഴിവില്ല. പക്ഷെ ഈ കുട്ടിക്ക് അന്ധയായതുകൊണ്ട്, കേൾവിക്കുള്ള ശക്തിയുള്ളത് കൊണ്ട്, ആ കേൾവിയുടെ എല്ലാ മാധുര്യവും എല്ലാം അതിൻ്റെ അങ്ങേയറ്റം അവൾ അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ അവൾക്ക് കിട്ടിയ കുപ്പിവളകളുടെ കാര്യവും ഓർക്കുന്നു. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കുപ്പിവളകൾ എന്ന കഥയുടെ നാമം, പേര് വളരെ അക്ഷരാർത്ഥത്തിൽ ഈ വളരെ പ്രസക്തമാണ്, അനുയോജ്യമാണ്, ഉചിതമാണ് എന്ന് നമുക്ക് പറയാം, നിശ്ചയമായിട്ടും പറയാം. ഈ നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും സാധാരണ, ഈ പേരിൻ്റെ ഔചിത്യം
ഈ കഥയിലെ പേരിൻ്റെ ഔചിത്യം എത്രമാത്രം ഈ കഥയ്ക്ക് യോജിക്കുന്നു എന്ന് പറയുമ്പോൾ അന്ധയായ ഈ പെൺകുട്ടിക്ക് ഒരുപക്ഷെ കാഴ്ചയുടെ പരിധിയും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അവൾക്ക് ശീലമുള്ള ആ കേൾവിയുണ്ടല്ലോ, ആ കേൾവിയുടെ ആ നാദത്തിൻ്റെ ആ നാദബ്രഹ്മത്തിൻ്റെ അലയൊലികൾ അവൾ അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് പണ്ട് അവൾക്ക് ലഭിച്ചിരുന്ന ആ വളകിലുക്കത്തിൻ്റെ അതേ അനുഭവം ഇപ്പോൾ ലഭിച്ച വളകൾക്കും ഉണ്ടാകുന്നു. ആ അനുഭവം അവളെ വല്ലാതെ കോരിത്തെരിപ്പിക്കുന്നതായിട്ടും കഥയിൽ പറയുന്നുണ്ട്. ഈ കഥ നിങ്ങളുടെ പാഠഭാഗത്തു നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥയായിട്ടെടുക്കുകയും പരീക്ഷയ്ക്ക് ഏറ്റവും അധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ കഥ വായിച്ചിട്ട് കണ്ണമ്മയുടെ കഥാപാത്ര നിരൂപണമായിരിക്കും ചോദിക്കുന്നത്. മറ്റാരുടെയും ചോദിക്കുന്നതിനേക്കാളും കണ്ണമ്മയുടെ സ്വഭാവ സവിശേഷത നിശ്ചയമായിട്ടും ചോദിക്കുക. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാൻ തന്നെ ശീലിക്കണം. നിങ്ങളെ സ്വാധീനിച്ച, അല്ലാതെ ഇതിപ്പോൾ മറ്റൊന്നുമല്ല, നിങ്ങളെ സ്വാധീനിച്ച ഒരു കഥാപാത്രം ഒരുപക്ഷെ കണ്ണമ്മയാണെങ്കിൽ എന്തുകൊണ്ടെന്നുള്ള അർത്ഥത്തിൽ നിങ്ങൾ എഴുതി പോകണം. ഈ കഥ നന്നായിട്ട് വായിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ കഥ ഇവിടെ വായിച്ച് നിർത്തുന്നു. ഓക്കെ.